CPIM ജനറൽ സെക്രട്ടറിയായ MA ബേബിയെ പുതിയ കേന്ദ്ര കമ്മിറ്റി തിരഞ്ഞെടുത്തു. EMSന് ശേഷം കേരളത്തിൽ നിന്ന് CPIMന്റെ അമരത്തെത്തുന്ന ആദ്യ മലയാളിയാണ് MA ബേബി. TP രാമകൃഷ്ണനും പുത്തലത്ത് ദിനേശനും KS സലീഖയും CPIM കേന്ദ്ര കമ്മിറ്റിയിലെത്തി. മലയാളിയായ ജു കൃഷ്ണനും യു വാസുകിയും മറിയം ധാബ്ലയും പൊളിറ്റ് ബ്യൂറോയിൽ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ PK ശ്രീമതിക്കും യൂസഫ് തരിഗാമിക്കും പ്രായപരിധിയിൽ ഇളവ് നൽകി. ബൽറാം നെടുങ്ങാടിയാണ് മധുരയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് യുവാക്കൾ നേതൃനിരയിലേക്ക് എത്തുന്നു എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. MA ബേബി, കേരളത്തിൽ നിന്നുള്ള MA ബേബി പാർട്ടിയെ ഇനി നയിക്കും. പ്രത്യേകിച്ച് പാർട്ടി ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടത്തിലാണ് MA ബേബി നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത്. ഇന്ന് നടന്ന പാർട്ടി കോൺഗ്രസിലെ പരിപാടികൾ എന്തെല്ലാമായിരുന്നു, എങ്ങനെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന മറ്റ് കാര്യങ്ങൾ, വിശദാംശങ്ങൾ? പ്രവിധ, പാർട്ടി കോൺഗ്രസിന്റെ ഔപചാരിക നടപടികൾ പൂർത്തിയായി. പാർട്ടി കോൺഗ്രസ് സമാപിച്ചിരിക്കുകയാണ്. പുതിയ ജനറൽ സെക്രട്ടറി, CPIMന് പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. മലയാളിയായ MA ബേബിയാണ് പുതിയ ജനറൽ സെക്രട്ടറി. EMSന് ശേഷം പ്രവിധ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പോൾ ബ്യൂറോയിൽ കേരള ഘടകത്തിൽ നിന്നും ആരും ഇല്ല ഇത്തവണ. എങ്കിൽ പോലും മലയാളിയായ വിജു കൃഷ്ണൻ, അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലേക്ക് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നിലവിൽ കിസാൻ സഭ നേതാവാണ് വിജു കൃഷ്ണൻ. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. കോമ്രേഡ്, എങ്ങനെ തോന്നുന്നു? യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നു. കേരള ഘടകത്തിൽ നിന്ന് ആളില്ലെങ്കിലും അങ്ങ് മലയാളിയായ അങ്ങ് പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു? ഈ സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏരിയ തലത്തിലും ജില്ലാ തലത്തിലും നടന്ന സമ്മേളനങ്ങളിലും സംസ്ഥാന തലത്തിൽ നടന്ന സമ്മേളനങ്ങളിലും നിരവധി ചെറുപ്പക്കാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് രണ്ട് കാരണങ്ങൾ. ഒന്ന്, 3 ടേം എന്ന തീരുമാനവും 75 വയസ്സെന്ന ഇതും. നിരവധി സംസ്ഥാനങ്ങളിൽ അത് 72 മറ്റുമാക്കി ചുരുക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. ഈ പാർട്ടി കോൺഗ്രസിൽ പുതിയ നിരവധി ആൾക്കാർ ലീഡർഷിപ്പിലോട്ട് വന്നിട്ടുണ്ട്. പാർട്ടി ഒരു കലക്റ്റീവ് ലീഡർഷിപ്പാണ്. അപ്പോൾ അതിൽ 2 പാർട്ടി കോൺഗ്രസിൻ്റെ ഇടയിൽ കേന്ദ്ര കമ്മിറ്റിയാണ് ഏറ്റവും ഉയർന്ന ബോഡി. ആ കേന്ദ്ര കമ്മിറ്റി കലക്റ്റീവായിട്ട് മുന്നോട്ട് പോകും. ആ കേന്ദ്ര കമ്മിറ്റിയുടെ പോളിറ്റ് ബ്യൂറോൻ്റെ ഇതിൽ എന്നെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് തീർച്ചയായും ഒരു വലിയ ചുമതലയാണ്. അത് ആ ചുമതല മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്ന്. വേറൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ തന്നെ നോക്കിയാൽ നമുക്ക് കിസാൻ സഭയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങുണ്ട് അശോക് ദവ്ലെ കോമ്രേഡ് ഉണ്ട്, അത്തരത്തിൽ കൂടുതൽ അമ്രാറാം ഉണ്ട്, അത്തരത്തിൽ വലിയ പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ വലിയ കർഷക പോരാട്ടങ്ങൾ തന്നെ പരിഗണിച്ചുകൊണ്ടായിരിക്കില്ലേ അത്തരത്തിലൊരു പ്രാതിനിധ്യം? അല്ല, നിരവധി ഘടകങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും കർഷക സമരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു കാരണം, മറ്റ് പാർട്ടി ചുമതലകളും മറ്റും എല്ലാം ഒരു അസസ് ചെയ്തുകൊണ്ടില്ലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ്. നമ്മുടെ ആ നിലപാട് വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തൊഴിലാളി കർഷക ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തണം എന്ന തീരുമാനവും അത് വരും ദിവസങ്ങളിൽ മെയ് 20-ാം തീയതി കർഷകരും തൊഴിലാളികളും യോജിച്ചൊരു സമരത്തിലോട്ടാണ് പോകുന്നത്. തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ പൊതുപണിമുടക്കെന്ന തീരുമാനവും കർഷക സംഘടനകളും കർഷക തൊഴിലാളി യൂണിയനും അത് അതേ ദിവസം ഗ്രാമീൺ ഭാരത് ഹർത്താൽ എന്ന തീരുമാനമെടുത്തിട്ടുണ്ട്. ജൂൺ 26-ാം തീയതി ഇലക്ട്രിസിറ്റി സെക്ടർ പ്രൈവറ്റൈസേഷനെതിരെ വലിയ സമരം തൊഴിലാളികളും കർഷകരും ഒന്നിച്ച് അങ്ങനെ മുന്നോട്ട്. ഇനിയും കൂടുതൽ സമര പോരാട്ടങ്ങളിലേക്ക് തന്നെയാണ്. തീർച്ചയായും ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ സമരങ്ങളുടെ ഭാഷ മാത്രമേ അവർക്ക് അറിയാം. ഇതിനു മുമ്പും 2 പ്രാവശ്യം മുട്ടുമടക്കിയിരിക്കുന്നവർ 2015-ൽ ഭൂമി ഏറ്റെടുക്കൽ നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ഐക്യ കർഷക സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പിൻവലിക്കുകയും 2021-ൽ 3 കർഷകദ്രോഹ നിയമങ്ങൾ പിൻവലിച്ചതും 1 വർഷത്തിലധികം നീണ്ടുനിന്ന ഒരു സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സമരങ്ങൾ കൂടുതൽ വലിയ ശക്തിയോടെ, അത് കർഷകരും തൊഴിലാളികളും മാത്രമല്ല മറ്റു വിഭാഗത്തിൽപ്പെട്ടവരെയും അണിനിർത്തിക്കൊണ്ട് ഈ സമരം മുന്നോട്ട്. ഓക്കെ കോമ്രേഡ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഇത്തരത്തിൽ ഉള്ള പ്രതികരണമാണ് വിജു കൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാർട്ടി കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അത് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത MA ബേബി തന്നെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 78 മുതലുള്ള പാർട്ടി കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളതാണ്. എന്നാൽ അത് പൂർണ്ണമായും പാർട്ടിയുടെ ആഭ്യന്തര ജനാധിപത്യം അത് ഉറപ്പിക്കുന്ന ഉൾപാർട്ടി ജനാധിപത്യം അത് നടപ്പാക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമല്ല ഇത് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മഹാരാഷ്ട്രയിൽ നിന്നുള്ള CITU സംസ്ഥാന സെക്രട്ടറി കൂടിയായ DL അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ സമീപകാലത്ത് പാർട്ടി നേതൃത്വത്തിലുണ്ടായ വലിയൊരു ട്വിസ്റ്റാണ് ഇന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്കുണ്ടായ തെരഞ്ഞെടുപ്പ്. അതിലിപ്പോൾ മുന്നോട്ട് വരുന്നു, അതിൽ ട്രേഡ് യൂണിയൻ നേതാക്കൾ അതുപോലെ താഴെ തട്ടിലുള്ളവർക്കൊക്കെ റെക്കഗ്നിഷൻ ലഭിക്കണം എന്നുള്ള ഒരു വാദം ഉന്നയിച്ചാണ് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വിവേചനം പാർട്ടിക്കകത്തുണ്ട് എന്നൊരു പരോക്ഷ വിമർശനം ഈ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാകുന്നുണ്ടോ? തീർച്ചയായും അതിലൊരു പരോക്ഷ വിമർശനമുണ്ട്. അതൊരു പ്രതിഷേധമല്ല എന്ന് പറയുമ്പോൾ പോലും അത് ജനാധിപത്യത്തിന്റെ വഴിയിലുള്ള ഉൾപാർട്ടി ജനാധിപത്യം അനുവദിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. രണ്ട് സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം ഇതിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് തൊഴിലാളി വർഗത്തിന് അർഹമായ പ്രാതിനിധ്യമില്ല, ഒപ്പം തന്നെ ഈ സീനിയോറിറ്റി പരിഗണിച്ചല്ല കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന ആക്ഷേപം ഇത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പുതിയ ഒരു നേതാവിനെ കൂടി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരിപ്പിക്കാനുള്ള തീരുമാനം ഉത്തർപ്രദേശ് സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെച്ചതും അതിന് നിർദ്ദേശിച്ച പേരാകട്ടെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള നാസിക്കിൽ നിന്നുള്ള CITU നേതാവ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ DL കരടിന്റെ പേരാണ്. അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായി സമ്മതം മൂളി. തുടർന്നാണ് വോട്ടെടുപ്പ് അസാധാരണമായ തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായത്. കാര്യങ്ങൾ കൂടുതൽ വൈകിയതും ഏതാണ്ട് 2 മണിക്കൂറോളം ഈ വോട്ടെടുപ്പിനെ തുടർന്ന് വൈകുകയായിരുന്നു. എങ്കിൽ പോലും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മുന്നോട്ട് വെച്ച നിർദ്ദേശിച്ച പാനൽ പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടു. 31 വോട്ടുകളാണ് ഈ വോട്ടെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ചത്. അതേസമയം മറ്റ് നടപടികൾ പാർട്ടി നേരത്തെ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന് നിശ്ചയിച്ച അതേ പാനൽ, പോളിറ്റ് ബ്യൂറോ പാനലും കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള 30 പേരുടെ പാനലും പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടു. തുടർന്ന് ജനറൽ സെക്രട്ടറിയെ ഏകകണ്ഠമായാണ് തെരഞ്ഞെടുത്തത്. ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ ഇക്കാര്യം വിശദീകരിച്ചു. ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത് പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പിന്താങ്ങിയതാകട്ടെ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെടുന്നു എന്ന നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്ന അശോക് ദാവ്ലെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. അദ്ദേഹത്തെ MA ബേബിയുടെ പേര് പിന്താങ്ങിയത്. അത് ഏകകണ്ഠമായി ഈ കേന്ദ്ര കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് MA ബേബിയെ പുതിയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. പാർട്ടി തന്നെ മുന്നിൽ ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഒപ്പം തന്നെ EMSന്റെ പേരുമായി താരതമ്യം ചെയ്യാൻ താൻ അർഹനല്ല എന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. എന്തായാലും കോൺഗ്രസുമായുള്ള ദേശീയ തലത്തിലുള്ള സഖ്യം, BJPക്ക് സംഘപരിവാറിനെതിരായ പോരാട്ടം, ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തമായ പ്രതികരണമാണ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം MA ബേബി നടത്തിയത്. ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ഔപചാരികമായ പരിപാടികൾ സമാപിച്ചിരിക്കുന്നു. വേദിയിലുള്ള എല്ലാ പരിപാടികളും സമാപിച്ചിരിക്കുന്നു. ഇനി പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച ബഹുജന റാലിയും സമ്മേളനവുമാണ്. 25,000-ഓളം പേർ പങ്കെടുക്കുന്ന റാലിയും അതിനുശേഷമുള്ള പൊതുസമ്മേളനവുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. അല്പസമയത്തിനകം തന്നെ ഈ പൊതുസമ്മേളനം ആരംഭിക്കും. കേരളത്തിൽ നിന്നും ആയിരക്കണക്കിന് പേരടക്കം നിരവധി പേർ ഇതിനകം തന്നെ മധുര നഗരത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സമ്മേളന വേദിയിൽ ആളുകൾ ഇപ്പോൾ സമാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. എന്തായാലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്ന MA ബേബിയെ സംബന്ധിച്ചിടത്തോളം നിരവധി ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ വെല്ലുവിളികളുമുണ്ട്. അതിൽ ആദ്യത്തേതായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ അല്പസമയം മുമ്പ് നടന്ന CCയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്.